സോ ഗൈസ് ഫൈനലി ഇന്ന് മുതലാണ് ഗൈസ് മമ്മിയുടെ ബർത്ത്ഡേ പ്രെപ്പ് സ്റ്റാർട്ട് ആവാൻ പോണത്. സോ എക്സൈറ്റഡ്. മമ്മിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് സർപ്രൈസ് ആക്കി വെക്കണം എന്നായിരുന്നു, പക്ഷെ ഞാൻ സാരി മേടിച്ചു കൊടുത്ത കാര്യമില്ല. മമ്മിയുടെ പ്രത്യേക അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോണതാണ് നമ്മുടെ ബർത്ത്ഡേ പ്രെപ്പ് പ്ലാനിങ് അനുസരിച്ച് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ ആൻഡ് ലിസ്റ്റിൽ പെട്ടതാണ് ഷോപ്പിംഗ്. അപ്പൊ മമ്മിക്ക് കുറെ നാളായിട്ട് സാരി മേടിച്ചിട്ടില്ല. ഞാൻ ഈ ഹോൾ വീഡിയോയിൽ കാണിക്കണത് മമ്മി എടുക്കണം എന്നല്ലാണ്ട് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ അമ്മ കുറെ നാളായിട്ട് മേടിച്ചിട്ടില്ല. അതിന്റെ ഒപ്പം തന്നെ ചുരിദാർ, അത് മമ്മി ഏതോ ഞാൻ അവന്റെ കാലത്ത് മേടിച്ചതാണ്. പരമാവധി മമ്മിയെ നമ്മള് പ്രലോഭിപ്പിച്ച് കൂടുതൽ പേടിപ്പിക്കണം. അപ്പൊ നമ്മള് കൂടുതൽ വാചകം അടിക്കാനുള്ള നേരമില്ല. ഓൾറെഡി ലേറ്റ് ആണ്, കാരണം എനിക്ക് വൈകുന്നേരം ജിമ്മിന് പോകണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് വീട്ടിൽ തിരിച്ചെത്തണം. അപ്പൊ ഇതാണ് എന്റെ അപ്പൊ ഈ ഒരു നേവി ബ്ലൂ കളറിന്റെ വൈറ്റ് ലെഗ് പാൻസ് ആണ്. അതിന്റെ ഒപ്പം നമ്മുടെ ഈ ഒരു ഷർട്ട്. അപ്പൊ ഞാൻ ഇട്ടിട്ട് ഞാൻ റെഡിയായി. ആൻഡ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ലൂസ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഇട്ടേക്കണം, കാരണം ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാറില്ല ഗൈസ്. എനിക്ക് എന്റെ മുടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേഗം തന്നെ കഷ്ടേണ്ടി വരും. സോ ഐ ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, അപ്പൊ ഇതാട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ഭയങ്കര ലൂസ് ആയിട്ടുണ്ട് ഗൈസ്. ഈ പാന്റ് എനിക്ക് ഒരു സമയത്ത് ബെൽറ്റ് അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ഇടാനുള്ള ലൂപ്പ് ഇല്ല. പക്ഷെ എനിക്ക് ലൂസ് അല്ല, സോറി ടൈറ്റ് ആയിരുന്നു ഒരു സമയത്ത്. എനിക്ക് ഇവിടെ ഇടാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ലൂസ് ആണ്. യു നോ വാട്ട്, എന്താണെന്ന് ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വേഗം ഒരു ബോഡി മിസ്റ്റ് അടിച്ചേക്കാം, കാരണം കുളിച്ചത് വളരെ രാവിലെ ആയിരുന്നു. ആൻഡ് ഇപ്പോഴത്തേക്കും എന്റെ ഞാൻ ആയാലും യൂസ് ചെയ്യും, ബട്ട് സ്റ്റിൽ സുഗന്ധം വന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ലേറ്റ് ആവണ്ട, നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ അടുത്ത് വേഗം പോവായോ. ഓക്കെ ഗൈസ്, കണ്ട കഴിഞ്ഞ കൊല്ലം നവരാത്രി മേടിച്ചു കൊടുത്ത സാരിയാ ഇത്. മമ്മിക്ക് ഇഷ്ടമല്ലേ, എന്നാൽ പോലും ഉടുത്ത അതിനെ പിഞ്ചി സാരി ഒന്ന് വന്നേ മമ്മി, നമുക്ക് അടിപൊളിയുടെ നല്ല അടിപൊളി സാരിയൊക്കെ മേടിച്ചിട്ട് വരാട്ടാ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ അമ്മയും മോളും റെഡിയാണ്. ഞങ്ങൾ ഓക്കെ ഗൈസ്, അമ്മയും മോളും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോ തന്നെ പതുക്കെ മഴ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഈ ബ്ലൂ മമ്മിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. അതല്ലാണ്ട് മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടൊരു ചുമപ്പല്ലേ. ഏതാ? ഇതാണ് ഇഷ്ടപ്പെട്ടത്. അമ്മയ്ക്ക് ഇതില്ലല്ലോ ഈ നിറം. ഓക്കെ മക്കളെ, നല്ല അടിപൊളി ലാവൻഡർ കളർ, അതാണ് ബ്ലൗസ്. കുഴപ്പമില്ല, നല്ലതാ. മമ്മിയല്ലേ പറഞ്ഞ വെള്ള താഴ്ത്തു വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഒന്ന് ഇതിനകത്തൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഹാപ്പി അല്ലേ മമ്മി? നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. 7:38 ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അടിപൊളിയായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. മമ്മിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഗൈസ്. സോ മമ്മിക്ക് കുറേ നാളായിട്ട് മമ്മിയുടെ ഫോൺ വെച്ചിട്ടുള്ളൊരു പ്രശ്നം. മമ്മിയുടെ ഫോൺ മേടിച്ചിട്ട് 5 കൊല്ലം കണ്ടായില്ലായിരുന്നു അമ്മ. ഇപ്പം അതിന് ജീവനില്ല ഗൈസ്. നമ്മൾ റിപ്പയർ ചെയ്യിപ്പിച്ച് ഊപ്പാടുള്ള ഗെയിൻ്റെ. അപ്പം അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാം. മമ്മി ഫോണിലാണ് ഗൈസ് 3 ആഴ്ച. മമ്മി എൻ്റെ ഫോണിൽ തന്നെയാണ് വിളിക്കണതും പിന്നെ യൂസൊക്കെ ചെയ്യണത്. അപ്പോൾ ഫൈനലി നമ്മൾ മമ്മിക്ക് വേണ്ടി ഒരു അടിപൊളി ഫോൺ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഓപ്പൺ. iPhone 15 guys. Yes, in green color. Mummy's favorite green color guys. iPhone 15. I'm so happy for her. Mummy, unbox ചെയ്യാം. ഇതാ നമുക്ക് പറഞ്ഞുതരാട്ടെ എങ്ങനെ തുറക്കണ്ടേന്ന്. തുറന്നിട്ട് പുറകേല് ഈ സ്റ്റിക്കർ ഉണ്ട്. ഈ സ്റ്റിക്കർ കണ്ട് അതേ പൊളിഞ്ഞിരിക്കണം. അതിനിങ്ങോട്ട് വലിക്ക്. ശംഖുതണ്ടല്ല അപ്പുറം ഇപ്പുറം ആൾക്കാര്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ഓം നമ ശിവായ. എങ്ങനെയുണ്ട് മമ്മി നമ്മുടെ ഗ്രീൻ ഫോൺ? ഇഷ്ടായ? ഹാപ്പി ആയ? പിന്നെ ഇല്ലേ, എത്ര നാളായി ഞാൻ നമുക്ക് പൂജിക്കണ്ടേ? ഫൈനലി എന്റെ iPhone 12 ഒരു കൂട്ടുകാരനെ കിട്ടി. ഷീ ഈസ് വെരി ഹാപ്പി. ഡെമ്പ് കൂടി ഇനി എന്നെ വകവയ്ക്കൂലോ. എന്റെ കൈസ് ലേറ്റസ്റ്റ് ഐഫോൺ ഉള്ള ആളാണ്. അച്ഛ പൂജിച്ചു കഴിഞ്ഞോ? ഇതെന്നാ അടച്ചു വെച്ചോ മമ്മി? എന്നിട്ട് പിന്നെ നമുക്ക് സിം കാർഡ് ഇടാൻ. ഞാൻ കുളിച്ചു വന്നിട്ട് തിരിച്ചെടുത്ത് വെക്കണം അതിനകത്ത്. ഇല്ല അത് ചടച്ചു വച്ചേക്ക്. പൂവിന്റെ പാട് എവിടെ? ആപ്പിളുടെ സൈനാ മമ്മി. What is this behavior? പൂവിന്റെ കറി ഏതാണ്? റെഡിയാക്കി തരാം. ഈ വാല് ഇങ്ങനെ തുറക്കണം.
അതൊക്കെ അറിയാലോ. ഏയ്. നോക്കാം നോക്ക്. അമർത്തി പിടിക്കും മമ്മി. ഒരു 3 seconds. ഹലോ നമസ്തേ ജി. അതും വായിക്കും. ഇതെന്തെന്നാണോ? ഇതും വായിക്കും. ഹരിശ്രീയാ പോല. ഇനി ഇങ്ങനെ ഏതോ മമ്മി. നമുക്ക് ഞാൻ മമ്മിക്കൊക്കെ സെറ്റിങ്സ് ചെയ്തുതരാം. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് നമ്മുടെ iPhone 12 പോലെ അല്ലാട്ടോ, ഇത് കുറച്ച് വേറെ ഡിഫറെന്റ് അതിന്റെ ആ ഒരു ബോഡി ഫീല്. ആൻഡ് ഇതിന്റെ സെറ്റിംഗ് ഒക്കെ റെഡി ആക്കട്ടെ കേട്ടാ. ഇന്ത്യ ഇന്ത്യ യൂട്യൂബില് ഫോണും കുത്തിയിരുന്നോളോ. കുത്തിരിക്കാലോ. അങ്ങനെ അറിയില്ല. ഫോൺ സി ടൈപ്പ് അല്ലേ? ഞാൻ എപ്പോഴാട്ടാ ശ്രദ്ധിച്ചേ. ഫോൺ സി ടൈപ്പ് ആണ്. അതും ഒരു കാരണം കേട്ടോ ഗൈസ് ഈ ഒരു ഫോൺ മേടിക്കാൻ. അന്ന് മേടിച്ച 7000 രൂപയുടെ ഫോൺ മമ്മി 5 കൊല്ലം എത്തിച്ചിട്ടുണ്ട്. മമ്മി അതിനെ എത്ര നന്നായിട്ടാ സൂക്ഷിച്ചത്. ഓക്കെ നൈസ്. ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയാട്ടെ ഇത്തവണത്തെ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. മമ്മിയുടെ കഴിഞ്ഞ ആൻഡ്രോയിഡ് ഫോൺ സി ടൈപ്പ് പോലും അല്ല ഗൈസ്, മൈക്രോബി അതായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു എത്ര പഴക്കം ഫോണാണ്. ആർക്കാണ് വീട്ടില് ഫുൾ കുടുംബത്ത് ഗൈസ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഉള്ള ആളാണ്. എടുത്ത് ഫോൺ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അമ്മ ഒന്നേ നമ്മൾ എടുത്തോണ്ട് പോവാൽ. ഓ അതെ ഷൂട്ടിങ്ങിനാ അങ്ങനെ വിചാരിച്ച കൈ തന്നെ കൊണ്ട് വേണ്ടി. അതുകൊണ്ടാണ് ഞാനിത് അല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഇതൊക്കെ എന്തിനാ അത്തും അങ്ങനെ മഞ്ഞാ. ഏയ് മമ്മി ഫുൾ ഫാമിലി റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ച് ഡിക്കമ്മായി അടിച്ച് റോൾ എടുക്കണം എനിക്ക് ആഗ്രഹം. നമുക്ക് ഇനി അവര് വന്നിട്ടുണ്ട്. ഇത് മാസ്ക് ഒന്നും വേണ്ട മേവോ. അവർക്ക് മനസ്സിലായി ഇത് മാസ്ക് അല്ല. ഓക്കെ മമ്മിക്ക് കോഡ് ഇടുകയാണ് കേട്ടോ. മമ്മിക്ക് ഓർമ്മ വേണം ഫോൺ തുറക്കാൻ. നല്ല പേടി. ഇപ്പൊ 1 2 3 4 5 മതി. അത് ഞാൻ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഏത് നമ്പറാണോ വേണ്ടത് എന്നെ കാണിക്കും. പിന്നെ മറക്കുമ്പോ ഞാൻ തന്നെ വേണം ഓർമ്മിക്കാൻ. ഒളിച്ചോണ്ടിരിക്കണ് കാണിക്കേ. മറക്കുമ്പോ ഞാൻ തന്നെ വേണം ഓർമ്മിക്കാൻ. ക്യൂ പോയി അതിട്ടു. ഈ കേട്ട നമ്പർ അതെനിക്ക് വായി തോന്നിട്ടു. അതാണ് ഞാൻ വിചാരിച്ചിട്ട് ഇതാരുടെ ബർത്ത്ഡേ ആണെന്ന്. ബാക്കി ഒരു പ്രാവശ്യം കൂടി ഇട്ടെ ഓർമ്മയുണ്ടോ നോക്കാനാണ്. എഴുതി വെക്കട്ടെ എവിടെയാണെന്ന് മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം. അമ്മയുടെ ഫോൺ എന്തായാലും കുറച്ച് നേരത്തേക്ക് എങ്ങനെയെങ്കിലും ഓൺ ചെയ്യേണ്ടി വരും. ഭയങ്കര പാടാ കൈസ് ആ ഫോൺ ഓൺ ആവണം. മമ്മി ഒരു സേഫ്റ്റി പിൻ കൊണ്ടുത്തരോ? വലുതാണെങ്കിലേ അതിന്നൊക്കെ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇത് അതിനല്ല മമ്മിയുടെ സിം കാർഡ് മാറ്റാണ് കേട്ടാ ഈ ഫോണിൽ നിന്ന്. വെക്കണം കേട്ടാ. അതൊക്കെ വെച്ചാരാ ഞാൻ. ഗൈസ് ഇതാണ് റെഡ്മിയുടെ 9. ആ സമയത്ത് പുതിയതായിട്ട് ഇറങ്ങിയതായിരുന്നു. ഭാഗ്യം പേടിച്ചു പോയി ഞാൻ ഒരു നിമിഷം. ഞാൻ മറന്നു പോയിട്ടാ, കാരണം എന്റെ ഫോണിലിട്ടിട്ട് കാലം കുറയും. നെറ്റ്വർക്ക് വന്നു. ഫൈനലി ഗൈസ് ഫുൾ ഫോൺ സെറ്റപ്പ് ആയി. എന്റെ അബോ എന്തോരം വേണം, എന്തോരം നാടകം കഴിഞ്ഞിട്ടാന്നല്ല ഒന്ന് സെറ്റ് ആവണം. എന്താ മമ്മി? ഓക്കെ ഗൈസ് അപ്പൊ ഫുൾ ഫോൺ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ മമ്മി എന്റെ ഫോൺ വിളിക്കാൻ പോവാ. ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടണില്ല. റീചാർജ് ഇല്ലേ? വെയിറ്റ് ഇപ്പൊ ചെയ്തു തരാം. ബെസ്റ്റ്. അതെന്താ അവര് തരൂലേ? അവര് തരാനായിട്ട് അവര് സിം കാർഡ് അല്ലല്ലോ ഫോണല്ലോ നമുക്ക് തന്നേക്കണേ. ആദ്യത്തെ നമുക്ക്. ഓക്കെ ഗൈസ് അപ്പുറത്ത് പോയി വിളിക്കണം മമ്മിക്ക്. എന്റെ മമ്മി അപ്പുറത്ത് പോയി വിളിക്ക. ഹലോ എനിക്ക് സുഖ. മമ്മി ഗൈസിനോട് ഹായ് പറ. നല്ല മമ്മി ഇങ്ങനെ മമ്മിക്ക് പണ്ടൊരു ഡബ്ബ ഫോൺ ഉണ്ടായിരുന്നു നോക്കിയുടെ. അത് കഴിഞ്ഞ് മമ്മി ആൻഡ്രോയിഡോട്ട് വന്നപ്പോൾ ഇതുപോലെ ഭയങ്കര വിഷമമായിരുന്നു. അതിനെ വെച്ചും കൊണ്ട് പിന്നെ ഒരാഴ്ച കൊണ്ട് മറന്നത് തരാറ്. ഇന്ന് പോയിട്ട് നമുക്ക് അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഇടിക്കാട്ടാ. ഓഹോ കുറച്ചേരം കെട്ടി വെച്ചാൽ മതി. നെറുകം തലയിൽ വേദന എടുത്തു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ബന്ധായിട്ട് കുറെ ദിവസമായി ഞാൻ ഇത് അനങ്ങാണ്ടിരുന്ന. എന്താ വെച്ചാൽ ഇതിന്റെ ബാറ്ററി അവൈലബിൾ അല്ലായിരുന്നു, വെച്ചാൽ കാണാനുണ്ടായിരുന്നില്ല. സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ കബോർഡിൽ നിന്ന് നമുക്ക് ഈ സംഭവം കിട്ടി. ടാ ഇവിടെ ഇച്ചിരിച്ചുള്ളൂ സാധനം കേട്ടോ, നമുക്ക് തുറക്കാന്നുള്ളൂ. മമ്മിയുടെ വിളക്കത്തിച്ച് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. എൻ്റെ കഴിഞ്ഞു കേട്ടോ നാമം ചൊല്ലലൊക്കെ. ഓഫായി കിടക്കുന്ന ക്ലോക്ക് കാണുമ്പോൾ എനിക്ക് പ്രത്യേക മതളക്കല. ആകെ ഇച്ചിരിയുള്ള ബാറ്ററി, അതിനകത്തും ഇതിനെന്തൊരു അഹങ്കാരം നോക്കി. 10-15. ആദ്യമായിട്ട് എന്താ പറ്റി ക്യാമറ ഫോക്കസ് ചെയ്തു. അപ്പൊ പേര് എന്ത് തന്നെ ക്യാമറ ഫോക്കസ് ആണെന്ന്. ഓ മൈ ഗോഡ്, എന്റെ ക്യാമറയ്ക്ക് ഇന്ന് എന്ത് പറ്റി മോനെ? വാട്ട്, നീ എന്റെ ക്യാമറ അല്ല, പോ ദൂരെ പോ, എന്റെ ക്യാമറ വിറ്റ് പോ. ഓക്കെ ഗൈസ്
അപ്പൊ നാളെ മമ്മിയുടെ ഡേറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ആണ് കേട്ടാ. ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു പണിയാണ്. നമ്മൾ മമ്മിക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഓർഡർ ചെയ്യാൻ പോവാട്ടാ. എനിക്ക് ഓർമ്മയുണ്ട് കുറേ കൊല്ലം മുന്നേ കണ്ട അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് ഓർഡർ ചെയ്തേക്കണം. പക്ഷെ എനിക്കൊരു കാര്യം അറിയാമോ, മമ്മി എപ്പോഴും ഞങ്ങളുടെ നാളായാലും ഡേറ്റ് ആയാലും രണ്ടും ആഘോഷിക്കും കേട്ടാ. നാളാണെങ്കിൽ പായസം, ഡേറ്റ് ആണെങ്കിൽ കേക്ക്, എന്നും എപ്പോഴും അങ്ങനെ ആയിരുന്നു എല്ലാ കൊല്ലം. പക്ഷെ ഇത്തവണ നമ്മൾ മമ്മിയുടെ അടിപൊളിയാക്കും കേട്ടോ. ഡേറ്റും അടിപൊളിയാക്കും, അതിന് അതുപോലെ നാളും. അപ്പൊ നാളെ മമ്മിയുടെ ഡേറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ആണ്. അപ്പൊ എന്തുണ്ടായി, എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത്. ഇന്നെൻ്റെ അപ്പർ ബോഡി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്ത് എന്തൊരു സുഖം. എന്നിട്ട് ഞാൻ ടോപ്പൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാളെ ഇതേ സമയത്ത് വൈകുന്നേരം 4 മണിയാകുമ്പോൾ നമുക്ക് കേക്ക് കിട്ടും. ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് കഴിച്ച്. ഞാൻ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഫോട്ടോ ഇട്ടേക്കാട്ടാ. ആ ഒരു കേക്കാണ് റെഫറൻസ് ആയിട്ട് കൊടുത്തേക്കട്ടെ. ലെറ്റ് സി അവരെത്ര മാത്രമാണ് എന്താ പറയാ നമ്മൾ വിചാരിക്കണ പോലെ ഉണ്ടാക്കണമെന്ന് കണ്ടു. ഓക്കെ ഗൈസ്, got some പപ്പു പോച്ച for മമ്മി. മമ്മി ഇതിനെ പപ്പു പോച്ച എന്ന് വിളിക്കണേ, ആക്ച്വലി ഇതിനെ ബാബു പോച്ച എന്നാ പറയാ. മാങ്ങ കഴിഞ്ഞ മമ്മിക്ക് എന്തെങ്കിലും ഒരു ഭ്രാന്ത് ഉണ്ടെങ്കിൽ അത് ഇതിനോടാണ് കേട്ടോ. She loves it so much. ഓക്കെ, നമ്മുടെ ഫ്ലോർ എത്തി. നമുക്ക് പോയി ഒരാളെ സർപ്രൈസ് ചെയ്യാം. ഒരാളെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഓടിക്കാം. ഇത് അടിപൊളി ഇഷ്ടാനാ? പഴുത്താണോ നോക്കിയാ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് അങ്ങനെ സ്വന്തമായിട്ട് മേടിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. മമ്മി ഒരു പറഞ്ഞ ഒരു അറിവില് ഒരു മഞ്ഞ നിറമായിരിക്കണം എന്നൊക്കെ അല്ലേ പറയാറ്. അപ്പൊ വെള്ളയല്ല, ഒരു ലൈറ്റ് യെല്ലോ അതുപോലത്തെ നല്ലതാണ്. ഹിയർ ഈസ് അവർ പാവ് ഭാജി. സോ ഇന്ന് നമുക്ക് പാവ് ഭാജി പാർട്ടിയാണ് ഗൈസ്. ഇവിടെ നമ്മള് പാവിന്റെ സ്ഥാനത്ത് എടുത്തേക്കാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ്. ആൻഡ് ഇവിടെ ഉണ്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വെണ്ണ. ഇവിടെ അതിന്റെ കൂടെ ഉണ്ട് നാരങ്ങ പിഴിയാൻ സവാള. മമ്മി ആദ്യം ചോറ് വെച്ചാണ് തുടങ്ങിയേക്കണത്. സോ ആദ്യം മമ്മി ചോറ് വേണം. മമ്മി എനിക്കൊരു ഉരുള തരുന്നത് കേട്ടാ, കാരണം രസമാണ് ഗൈസ്. അപ്പൊ വിടമാട്ടെ പൊങ്ക് വിടമാട്ടെ. അമ്മ ബൈ ദ വേ ഇവിടെ കോമഡി സ്റ്റാർ നിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് കോമഡി സ്റ്റാർ, ബാക്ക് ടു കോമഡി സ്റ്റാർ. ഞങ്ങൾ കോമഡി സ്റ്റാർ ഞങ്ങളുടെ എപ്പോഴുള്ള ഫേവറേറ്റ് ആണല്ലേ മമ്മി? നിങ്ങളൊക്കെ ഫേവറേറ്റ് ആണ് ഗൈസ്? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നിങ്ങൾ കാണാറുണ്ട് കോമഡി സ്റ്റാർ? സൂപ്പർ. Happy birthday to you. Happy birthday to you. Happy birthday dear Mamman. Happy birthday to you. May God bless you. May God bless you. Happy birthday to you. Happy birthday to you. Long life to you. Long life to you. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ഹാപ്പി ബർത്ത്ഡേ. സാരെല്ലാം കുളിച്ചിട്ടില്ലല്ലോ. കത്തിച്ചിട്ട് ഓക്കെ മക്കളെ, അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാട്ടെ. സാധാരണ ഞങ്ങൾ വൈകുന്നേരമാണ് പോകാറ്, ബട്ട് ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ രാവിലെ പോകാൻ പറഞ്ഞപ്പോഴൊന്നും മമ്മിക്ക് ഐഡിയ ഇല്ല കേട്ടോ എന്താ കാരണം എന്നുള്ള. ആള് ബർത്ത്ഡേ ഒക്കെ മറന്നിരിക്കുവായിരുന്നു. ഈ ഒരു മാസത്തിൽ ഞങ്ങൾ ഒരു 5-6 പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ടുണ്ട്. ആ 5-6 പ്രാവശ്യം ഞാൻ ഈ സെയിം ഉടുപ്പാണ് കഴിച്ചിട്ടത്. വേഗം തന്നെ എന്റെ ഒഫീഷ്യൽ യൂണിഫോമായി മാറാൻ പോണത്. ഇതിന്റെ മെയിൻ കാരണം ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ. ഇവിടം വരെയെങ്കിലും സൺ പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതാണ്. അതപ്പോഴെനിക്ക് വാങ്ങുള്ളൂ ഞാൻ. ആ മമ്മി വരും. അപ്പോൾ എന്നാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ആൻഡ് യെസ്, വി ആർ വെരി എക്സൈറ്റഡ്. ഇന്നലെ രാത്രി പാവഭാജി നന്നായിട്ട് വെട്ടി വിഴുങ്ങി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റിൽ ഡീറ്റോക്സിലാണ്. ഫുൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാരണം നിങ്ങൾക്ക് എൻ്റെ കോതി കാലിൽ ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ സൺസ്ക്രീനോ എന്തായി നടക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വീടൊക്കെ പൂട്ടി മലയെന്നൊക്കെ താഴ്ത്തി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഗൈസ് എനിക്ക് 10-15 മിനിറ്റ് അല്ലെങ്കിൽ തന്നെ എടുക്കാറുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സൺസ്ക്രീൻ സെറ്റ് ആവുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ലവ് ഇറ്റ്. മീഷോന്നാണ് ഗൈസ്. അതിന്റെ അടിയിൽ ഞാൻ ഈ ഒരു ബ്ലസ് ക്ലബിന്റെ ലെഗിൻസ് ഇട്ടു. അപ്പൊ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ കുത്തിയില്ല ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ നമ്മുടെ പുതിയ ഉടുപ്പുകളൊന്നും തയ്ച്ച് കിട്ടിയിട്ടില്ല ഗൈസ്. സാരിക്കുള്ള ബ്ലൗസ് കിട്ടിയിട്ടില്ല, ചുരിദാർ തയ്ച്ച് കിട്ടിയിട്ടില്ല. അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കിട്ടും. പക്ഷെ മമ്മിയുടെ നാള് ബർത്ത്ഡേയുടെ മുമ്പ് കിട്ടും. ഇവിടെ ഞങ്ങളെ ഗൈസ് ഒരു ചെട്ട് പിടിക്കാൻ വന്നേ. നമുക്ക് നോക്കായിരിക്കും. ആ
അല്ല പശു എവിടെ? ആന. ആന എവിടെ? ആ ഇവിടെ അടിപൊളിയാണ് ഗൈസ്, കുറെ ഐറ്റംസ് ഉണ്ട്. മമ്മി പിന്നെ ഇവിടെ നിന്ന് മാറൂല, അതാണ് പ്രശ്നം. ഫൈനലി ഗൈസ് നമ്മൾ ഒരു ചട്ടി മേടിച്ചിട്ടുണ്ട്, പിന്നെ 3 വേറെ ചട്ടി മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഓക്കെ ഗൈസ്, ലെറ്റ് മീ ഷോ യു. എന്താണ് കാര്യം പറ. പറ. പിള്ളേർ ഗൈസിനെ കണ്ടപ്പോ മിണ്ടാണ്ടിരുന്നത് പെട്ടെന്ന്. എന്താ കാര്യം പറ. ഞാൻ പറഞ്ഞോ. അതല്ലാട്ടാ വിസ തട്ടിപ്പേ. ഓക്കെ ഗൈസ്, ഇന്ന് രാവിലെ സോറി ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നാരങ്ങാച്ചാറും മോരും ചോറ് ചോറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എനിക്ക് വേണ്ട, ഇത് മമ്മ കഴിച്ചോ. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ കട്ട് തിന്നും കഴിച്ചു. ലെറ്റ് മീ ഷോ യു ഗൈസ്. നമ്മൾ മേടിച്ച ചട്ടി ഇവിടെ ഉണ്ട് കേട്ടാ. ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇതെന്താ മമ്മി? ആര് മഞ്ഞക്കറ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു രസം പോലത്തെ ഒരു കറി കഴിക്കായിരുന്നു കഴിച്ചത്. അപ്പൊ ഇവിടെ പെട്ടെന്ന് മമ്മിയുടെ കറി വീണ പുതിയ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ പൈതപ്പോ നമ്മുടെ ടേബിളുമായി ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ്. അപ്പൊ ഈ ഒരു കറി വീണ് ഇതിന്റെ മഞ്ഞ കളർ പിടിച്ചിട്ടാ. അതിന് എന്തിനാ പറഞ്ഞ ഈ ഒരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് മറക്കാൻ. വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സാറില്ല, ഇപ്പഴാ നമുക്ക് കുറച്ച് വീടായിട്ട് തോന്നാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേഗം നമ്മുടെ ചട്ടി നോക്കാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഈ കുട്ടി ചട്ടി മേടിച്ചിട്ടുണ്ട് മമ്മി. അതെന്താന്ന് വെച്ചാൽ നമുക്ക് പൂജയില്ലേ, പൂജ അടയ്ക്കാനാണ്. പക്ഷെ ഇത് മേടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ പൂജ പൊട്ടി ഓൾറെഡി നമ്മളത് കളഞ്ഞു എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടി വേറെ പൂജ നമ്മൾ മേടിക്കണം, തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടില് നോ ഫ്രിഡ്ജ് വെള്ളം. പപ്പ കുടിക്കായിരുന്നു, പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിന്റെ വെള്ളം ഒന്നും കുടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തൊണ്ടയൊക്കെ നല്ല അടിപൊളിയാകുമായിരുന്നു. ബട്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഹിയർ ഈസ് അവർ ചട്ടി. കെൻ യു സീ? ജയനേട്ടാ മമ്മിയുടെ ചട്ടി. വാ, ഹാവ് എ ലുക്ക്. ഇവിടെ ഞാൻ എങ്ങനെയാണ് പിടിച്ചോണ്ട് വന്നെന്ന് എനിക്കറിയാം ഗൈസ്. അല്ലെങ്കിൽ ആ ചട്ടിക്കട ഇപ്പൊ എവിടെ ഇരുന്നേന്. ഇത് ചൂടാവുമ്പോ 2 കൂട്ടാൻ പറ്റിയ കൈ പോയി. എന്തെന്നാ ഈ ഹാൻഡിലോ? ദ്വാരകന്ന് മേടിച്ച അങ്ങനെയായിരുന്നോ? പക്ഷെ ഞാൻ വിചാരിച്ചു മമ്മിക്ക് പിടിക്കാണ്ട് അമ്മ മാറ്റിയതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് ഓൾറെഡി ദ്വാരകന്ന് നമ്മൾ ഒരു ചട്ടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 300 രൂപയ്ക്ക്. കുറച്ച് വലിയതാണ്. ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടിയിട്ട് അത്ര പേരത്തെ ആവശ്യമില്ല. അപ്പൊ മമ്മി ചെറുത് മേടിച്ചാൽ ഇതിന് 300 രൂപ. പക്ഷെ അവര് 250 രൂപയ്ക്ക് തന്നു നമുക്ക്. ഇതും പിന്നെ ആ ചെറിയ ഒരു അടപ്പ് ഞാൻ പറഞ്ഞില്ലേ കൂജ അടയ്ക്കാനുള്ളത്, ഇതും കൂടെ ആയിട്ട് 300 രൂപ ആയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയാ അവരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കരുത് ഗൈസ്. വില കുറയ്ക്കാനോ ബാർഗെയിൻ ചെയ്യാൻ നമ്മൾ നിൽക്കരുത്. അവർക്ക് ഇതിൽ നിന്നൊക്കെ നമ്മളിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടൊക്കെ അല്ലേ. നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാറൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ കൂടുതൽ റോൾ അടിക്കാൻ പാടില്ല. അവർ പറയണ വില കൊടുത്തിട്ട് അങ്ങോട്ട് മേടിക്കാം, അത്രേ ഉള്ളൂ. കാരണം അവർക്ക് ഇങ്ങനെ നമ്മുടെ ഇച്ചിരിയൊക്കെ കിട്ടിയിട്ടാണ് അവരുടെ വീട് കഴിഞ്ഞു പോകുന്നത്. ഞാൻ അവരെന്തൊരു ഹാപ്പിയായി. മമ്മിക്ക് അവർക്ക് ഒരേ അനുഗ്രഹവും കൊടുത്തു എക്സ്ചേഞ്ച് ചെയ്യട്ടെ. കാരണം ഇന്ന് ഫുൾ ഡേ ഞാൻ മമ്മിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ സിനിമയൊക്കെ കാണാൻ വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പൊ നമുക്ക് നോക്കാം ഒരു അടിപൊളി എന്തെങ്കിലും സിനിമ OTT-യിൽ തപ്പിയെടുക്കാം. ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് കണ്ടതായിരുന്നു ഗൈസ് മറ്റേ ആട് മനുഷ്യനല്ലേ മേ. ഓ എന്തെന്നാണിടോ അത്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നുള്ള സംഭവം വരുമ്പോ തന്നെ ഫുൾ സിനാറിയോ മാറാൻ പോണം അവിടെ. മനസ്സിലാവണ്ടോ? അറബി നാടിനകലയുമ്പ എങ്ങനെയാണ് അമ്മ പാട്ട്? ഇരിക്കുമ്പോ അറിവാൻ അരമുരുകി ഓക്കെ വാട്ടെവർ അകമുരുകി കുറിക്കും. ഓക്കെ, അകമുരുകി കുറിക്കും മകൾക്കൊരുപാടുണ്ട് പറയാൻ. പിന്നെന്താ ഉമ്മയും ഞാൻ തനിച്ചാണു വീട്ടിൽ ഉള്ളം കരിഞ്ഞുകൊണ്ട് സ്വർണ്ണക്കൂട്ടിൽ ഉപ്പാനെ ഓർത്ത് നീറുന്ന മട്ടിൽ നാളുകൾ നീക്കും കാണാൻ കൽബ് കൊതിക്കും. അറബി കുട്ടികൾ കളിക്കും നേരം മനസ്സിലോർമ്മ വരുമോ? പണ്ട് മമ്മി ഞങ്ങൾ എന്തോരടിച്ചേക്കണം ഈ പാട്ട് പഠിപ്പിക്കാൻ. ഞങ്ങൾക്ക് എന്റേതാ കിട്ടൂല ഗൈസ് നാട്ടില്. പക്ഷെ ഇപ്പൊ ആ പാട്ടിന്റെ സോ പെയിൻഫുൾ. അത് ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. ആൻഡ് നമുക്ക് നല്ല അടിപൊളി മുളക് കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് മമ്മിയെ ഹെൽപ്പ് ചെയ്യാം. ഇന്ന് ഇച്ചിരി അത്ഭുത ദീപം ആട്ട കാര്യം. ഇപ്പൊ ഞാൻ നോട്ടീസ് ചെയ്യാം, എന്റെ ഓൾറെഡി ഇത് പർപ്പിൾ ആണ്. ഞാൻ പാന്റ് പിന്നെ ബ്ലാക്ക് ആണ്. ഓക്കെ, എന്റെ ബ്ലാക്ക് ഷൂസ് നനഞ്ഞതുകൊണ്ട് അത് ഉണക്കാൻ വെച്ചേക്കാം. പർപ്പിൾ കളറിന്റെ HRXന്റെ ഷൂസ് ആണ് ഇടാൻ പോണത് ഞാൻ. ഇനി നമ്മുടെ ബാഗ്, ഓക്കെ, നമ്മുടെ ബോട്ടിൽ, ഓക്കെ, നമ്മുടെ അവിടെ യൂസ് ചെയ്യാൻ പോണ ഈ ടോവൽ, ആൻഡ് അവിടെ തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞ ഈ ഒരു ടീഷർട്ട് ട്ടാ.
എന്റെ ദൈവമിനെല്ലാം പറപ്പടാ സോ ഹാപ്പി. ഞാൻ ശരിക്കും ഇപ്പൊ പെട്ടെന്നായിട്ട് ശ്രദ്ധിച്ചാൽ അവിടെ പോയിട്ട് ഞാൻ ഈ ഇയർഫോൺ മാറും. ആൻഡ് ഈ ഒരു നമ്മുടെ ഇയർബഡ്സ് ആണ് കേട്ടാ. എനിക്ക് ജിമ്മിൽ പോയിട്ട് വരാം. നോ, ഇന്ന് അപ്പർ ബോഡി അല്ല, ഇന്ന് നമ്മുടെ ലെഗ്സ് ആണ്. പഞ്ചാബ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഓക്കെ, നമ്മൾ കേക്ക് മേടിക്കും. ഇപ്പോഴല്ല, ജിമ്മിൽ വരുമ്പോൾ കേക്ക് മേടിക്കും. ചിലപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകും. ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം നോക്കി കഴിക്കാൻ തോന്നിയാൽ മാത്രം പോയാൽ മതി. നിർബന്ധമായിട്ട് തള്ളി കേട്ടേണ്ട കാര്യമില്ല. എനിക്ക് വേറെ ഏതെങ്കിലും ദിവസം വീണ്ടും പോവാ ഗൈസ്. വീട്ടിലോട്ട് ഞാൻ വണ്ടിയിലേക്ക് എടുക്കാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ ജിമ്മൊക്കെ കഴിയുന്നുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ഉണ്ട്. അകത്ത് കയറുന്നതിന് മുന്നേ പുറത്ത് ബോക്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ആദ്യം ഒളിപ്പിക്കാൻ, എന്നിട്ട് അകത്ത് കയറിയാൽ മതി. കാരണം മമ്മി ഓൾമോസ്റ്റ് വിളക്ക് കത്തിക്കുന്ന അവസ്ഥയിൽ ഹോളിൽ തന്നെ നിൽപ്പുണ്ടാവും. പിന്നെ മമ്മി ബാത്റൂം പോലെ ഇടാൻ നോക്കി നമുക്ക് എടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആയി. എത്തി. ഓക്കെ ഗൈസ്, അപ്പം മമ്മി നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്ത് പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓക്കെ, മമ്മി നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നോക്കി നമുക്ക് കുറച്ച് പുലാവ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ മഷ്റൂം പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. കാരണം ഇന്നലത്തെ പാവഭാജിയുടെ കറി ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള രീതിയിൽ. ബട്ട് കേക്കിൻ്റെ പാക്കറ്റ് ഉണ്ടെന്ന് മമ്മിക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവില്ല എങ്ങനെ ഞാനത് അകത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നുള്ളത്. മമ്മി ബാത്റൂമിൽ പോയാൽ മതിയായിരുന്നു. ആ നേരം നോക്കി ഒപ്പിക്കായിരുന്നു. നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഇന്നലത്തെ പാവ് ഭാജിയുടെ ഭാജി നമുക്കിവിടെ ബാക്കിയുണ്ട്. നമുക്കിതിനെ സൂടാക്കാം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്കൊരാളുണ്ട് ഇവിടെ. ഇന്നലത്തെ ബാക്കി വന്ന വെറും ഒരു ബ്രെഡ്. ഇത് എൻ്റെ പേരിലായിരുന്നു ഗൈസ്. ലെറ്റ്സ് ഓപ്പൺ. ഓഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ മമ്മി കേക്കാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ആമസോണിൻ്റെ പാഴ്സലാണെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നേക്കണം. ഇത്തവണ എന്തോ കവറൊന്നും തന്നിട്ടാന്ന് പറയുന്ന കുറേ നോണ പൊട്ടിച്ചിട്ടുണ്ട്. കേക്ക് അൺബോക്സ് കുന്തം. ഇത് മാറ്റാൻ എൻ്റെ അടുത്ത് വേറെ ടേപ്പ് കട്ടറില്ല. Look at this man. Guys, this is so pretty. മമ്മിയുടെ ഫേവറേറ്റ് കളർ ഗ്രീൻ കളറിലാട്ടോ ഉണ്ടാക്കിയേക്കണ. എക്സാക്ട്ലി സെയിം. സൂപ്പർ അല്ലേ? എങ്ങനെ പൊട്ടിക്കൊണ്ട് പോകും ഞാൻ. ഓക്കെ ഗൈസ്, നിങ്ങളെ കൊണ്ട് അവിടെ വക്കേട്ടിട്ട് ഞാൻ അമ്മ ഞാൻ 2 മിനിറ്റ് വരാം. അമ്മ വിളമ്പോ? ഓക്കെ. ഇതെന്താ പറ്റിപ്പോയെ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി. ഗൈസ്, ഇഷ്ടായോ മമ്മിക്ക്? ഓക്കെ ഗൈസ്, മമ്മി പതുക്കെ എസ്തെറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ടേബിളിൽ നിരത്തിയേക്കണ? ഈ ടേബിളിൽ ഇനി നിരത്താനൊന്നും ബാക്കിയില്ല. ഞാനൊന്ന് വൃത്തിക്ക് മുടിയണ്ടേ? ഓക്കെ ഗൈസ്, മമ്മി മുടി കെട്ടാൻ പറഞ്ഞ്. ഓക്കെ മമ്മി, മേക്ക് എ വിഷ്. ഒരു വിഷ് പറഞ്ഞിട്ട് വിഷ് പറ, ഒരു നല്ല വിഷ് പറ. അമ്മ എന്തിനാ ആഗ്രഹിക്കണം എന്നുള്ളത് പറയണ്ട, മനസ്സിൽ വിഷ് പറഞ്ഞ. ഓക്കെ, ഊതിക്കോ.
Happy birthday to you. Happy birthday to you. Happy birthday dear mommy. Happy birthday to you. Ta-da, guys. Guys, ini വേണ്ടിയുള്ളൊക്കെ ഇന്ന് എല്ലാരും കഴിച്ചോട്ടാ. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ മമ്മി. അച്ചോടാ. മനുഷ്യന്റെ ഊപ്പാടിളക്കി ഗൈസ്. ഇപ്പോഴെന്നിട്ട് മമ്മി വാഷ്റൂമിൽ പോയത് എന്തുവാണ് ഞാൻ സാറിൽ എന്തെങ്കിലും ആവട്ടെ, സർപ്രൈസ് ആയി മമ്മി, അത് മതി എനിക്ക്. സോ നമ്മുടെ ബാക്കി കേക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്ന ഹെൽപ്പേഴ്സ് ഇല്ല അവർക്കൊക്കെ കൊടുക്കൂട്ടാ. നമുക്ക് ചോദിച്ചു നോക്കാം മമ്മിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ കേക്ക് ഇഷ്ടമായിരുന്നിട്ട് അടിപൊളി കേക്ക്, ഒരു രക്ഷയില്ല. നോ ബട്ടർ സ്കോച്ച് മമ്മിയുടെ ഫേവറേറ്റ് എപ്പോഴും ഒപ്പിച്ചു വെച്ചല്ലോ വേഗം. ഓക്കെ ഗൈസ്, അപ്പൊ എന്താ സംഭവം, മമ്മിക്ക് ബട്ടർ സ്കോച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ കളർ ഫേവറേറ്റ് കളറാണ്. അപ്പൊ ഞാൻ കേക്ക് ഗ്രീൻ പറഞ്ഞു. അപ്പൊ അകത്തോളം ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോക്ലേറ്റ് ആക്കി കളഞ്ഞാണ്. അപ്പൊ അങ്ങനെ ചോദിച്ച് ഞാൻ ചോദിച്ചു അകത്തത്തെ എന്തായിരിക്കും ഫ്ലേവർ. അപ്പൊ ഇഷ്ടമുള്ളത് വെനില വേണോ ചോക്ലേറ്റ് വേണോ ബട്ടർ സ്കോച്ച്, അല്ല ബട്ടർ സ്കോച്ച് പറഞ്ഞ്. അപ്പൊ ഞാൻ ആ ബട്ടർ സ്കോച്ച് കടന്നു പോയാണ്. ഞാൻ അത്ര ഹാപ്പി. ഗ്രീൻ പ്ലസ് ബട്ടർ സ്കോച്ചിന്റെ ചുഞ്ഞത് ഒരു പൊട്ടുപടായിരുന്നില്ല മുത്തുമണി. സാരല്ല പോട്ടെ, എനിക്ക് ഇങ്ങനെ അഴക്. ഓ അത്രയൊക്കെ മാറ്റി. റോളടിയാ ഗൈസ്, കേക്ക് മുറിച്ചേരെ ടെമ്പ. സത്യം പറയണോട്ടോ മമ്മി, നമുക്ക് ഒട്ടും ഡൗട്ട് അടിച്ചില്ലേ? എവിടെന്നാ ഞാൻ ഇന്നത്തെ ദിവസം വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോ ആമസോണിന്റെ പാഴ്സലാന്ന് പറഞ്ഞ എടുത്തോണ്ട് വന്നപ്പോഴും മമ്മിക്ക് സംശയം വന്നില്ല. ഞാനോർത്ത് ഇനി അവര് എഴുതാത്തതാ. ഇച്ചിരി വിഷമം ഉണ്ടായിരുന്ന കേക്ക് മുറിക്കാത്ത വിഷമമുണ്ടാവും. എന്തിനാ അങ്ങനെ വിഷമമൊന്നുമില്ല. നമ്മള് പായസമൊക്കെ വെക്കാറ്. അപ്പൊ നമ്മള് ഓർത്തിട്ടില്ല. എന്നിട്ടും ബുദ്ധിയില്ലല്ലോ. അച്ഛോ അങ്ങനെ പറഞ്ഞില്ല. ഗുഡിയാ ബുദ്ധിയില്ലാത്തല്ല മമ്മി, ബോലിയാണ്. വാ നമുക്ക് ഫുഡ് വിളമ്പാ. ഫുഡ് വിളമ്പാട്ടാ. അച്ഛോ ആക്ച്വലി ഗൈസ് ഇന്ന് റെസ്റ്റോറന്റിൽ വല്ല പോയി കഴിക്കാന്ന് വിചാരിച്ച, പക്ഷെ ഫുഡ് ബാക്കി വന്ന മമ്മി എല്ലൂര്. അപ്പൊ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും പോകണം. നല്ല അടിപൊളി റെസ്റ്റോറന്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അഹമ്മദാബാദില്. നമുക്ക് അവിടെ പോകട്ടെ പ്ലീസ് മമ്മി. റെസ്റ്റോറന്റ് ഒക്കെ നല്ലതാണ്, പക്ഷെ മമ്മിക്ക് പറ്റിയിരിക്കണം ചെറിയ സോ ഗുഡ് ഗൈസ്. കൊറിയൻ സോസിനെ ഫേരിച്ചു മമ്മി. ഫുഡ് ഗൈസിന് കൊടുത്തില്ല. നീ കൊടുക്കട്ടെ. ഞാൻ ഒരു കഷ്ണം കഴിക്കട്ടെ, നിങ്ങൾ കൊതി കിട്ടല്ലേ. ഗൈസ് കഴിച്ചോ? അങ്ങനെ സൂപ്പർ അല്ല. ബാസ്മതി റൈസ് എന്നിട്ട് നമുക്ക് ഡെസേർട്ടിനായിട്ട് കേക്ക് കണ്ടു വീണ്ടും. 2.5 കിലോ കുഴച്ച് 1 പീസും കൂടെ കഴിക്കും ഗൈസ്. ഞാൻ കൺട്രോൾ ചെയ്യും. ഓക്കെ ഗൈസ്, 11:40 മമ്മി ഉറങ്ങിയിട്ട്. എനിക്ക് എന്താന്ന് പറയണ്ട, പതുക്കെ തൊണ്ടവേദന തുടങ്ങി. എനിക്ക് തോന്നുന്നത് പനി ആവാൻ തോന്നുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് പനി വരുമ്പോൾ ഞാൻ കുടിക്കണത്. ഒട്ടുക്കത്തെ ടേസ്റ്റാണ്, പക്ഷെ കുറച്ച് ലൂക്ക് വാം വാട്ടറിൽ 1 സ്പൂൺ മിക്സ് ആക്കിയിട്ട് ആയുർവേദ കടയിൽ കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയോ ലെറ്റ് മീ നോ ഇതൊക്കെ മിസ്. ഒബിയസ്ലി ഇത് നല്ലോണം ഇതും നിങ്ങൾ ആദ്യം കുടിക്കുക. എന്താ ഇത് ഇറങ്ങൂല. നാളെ രാവിലെ ആയിട്ട് കുറേ ഷൂട്ട്സ് ഉണ്ട്. സോ ഗുഡ് നൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ മമ്മിയുടെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിച്ച് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മമ്മിക്ക് വേണ്ടി ഞാൻ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 1 ഓഫ് ദ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മമ്മി. ഓക്കെ, അപ്പൊ മമ്മി അറിഞ്ഞിട്ടില്ല ഇത്ര ദിവസമായിട്ട് ഇത് ടേബിളിന്റെ അടിയിൽ അൺബോക്സ് ചെയ്യണം. കാണിക്കുമ്പോൾ വേണം, പോകണമില്ല. ഇച്ചിരി കണ്ടാൽ തന്നെ പിടി കിട്ടും. 3, 2, 1 യൂസ് ചെയ്ത് വേഗം വർക്കൗട്ട് ഒക്കെ തുടങ്ങി. മനസ്സിലായല്ലോ? ഞാനൊരു റീൽസിൽ കണ്ടിരുന്നു ഗൈസ്, നിങ്ങളുടെ പാരന്റ്സ് 50 to 60 ഏജ് ആണെങ്കിൽ ഇപ്പോഴേ മസിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട്. സോ ദാറ്റ് 60-70s അവർക്ക് വേദനകൾ വരും. ഈ മുട്ടിലും ഇവിടെയൊക്കെ ജോയിന്റ്സിൽ അത് വരില്ല. അപ്പൊ നാളെ മുതൽ മമ്മിയുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് വെറും ഡംബിൾ അല്ല, ഗ്രീൻ കളർ. മമ്മിയുടെ ഫേവറേറ്റ് കളറിലാ ഗൈസ്. മമ്മിക്ക് മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഇത് കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് മമ്മി എന്നും നല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചില അമ്മൂമ്മമാരെ കണ്ടിട്ടുണ്ട്, അവര് ഇങ്ങനെ
ജിമ്മിൽ അടിപൊളിയായിട്ട് നിൽക്കണം. മമ്മിക്ക് അത് മതി, ധാരാളമാണ്. 5 kg നമുക്ക് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാം. ഇപ്പൊ അമ്മ 2.5 നിന്ന് തുടങ്ങും. ഞാൻ അമ്മയ്ക്ക് ഓരോന്ന് പഠിപ്പിച്ചുതരാം കേട്ടാ. പിന്നെ സംഭവം നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഗ്രിപ്പും നല്ല ക്വാളിറ്റി. മമ്മിയുടെ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു ഗൈസ്, മമ്മി എന്ത് ചെയ്താൽ ജിമ്മിൽ വരില്ല. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ അനുസരണയില്ലാത്ത അച്ഛനമ്മമാരെ വഴിക്ക് കൊണ്ടുവരണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില മാർഗങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. 10 kg എടുത്തെടുത്ത് 2.5 എനിക്കിപ്പോ ഒന്നുമല്ല. ഒരു സംഭവം കാണിച്ചു തരാട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലി മമ്മിയുടെ ഫോണിൽ ഗ്ലാസ് ഒക്കെ ഇടിച്ച് പ്രൊട്ടക്ഷൻ പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതിന്റെ ബാക്ക് കവർ ഇടാൻ ഒരു അടിപൊളി സേജ് ഗ്രീൻ കളർ ആട്ടാ മമ്മിക്ക് ഇഷ്ടപ്പെട്ട. നമ്മൾ അത് തന്നെ മേടിച്ചിട്ടാ. ഇത് സ്പൈഗന്റെ തന്നെയാണെന്ന് തോന്നണം കേട്ടോ. ചാർജ് ചെയ്യണം പച്ച ഫോണൊക്കെ എങ്ങനെയാണ് തോന്നുന്നു? ഇപ്പൊ നല്ല പ്രൊട്ടക്ഷൻ തോന്നി. മമ്മി ഇങ്ങനെ ഇരുന്ന് ഗൈസ് ഒരാഴ്ചയായിട്ട് ഒരാളെ ഫോണും എടുക്കണില്ല. അപ്പൊ ഇത് കാണിക്കാനായിട്ട് വന്നത് ഞങ്ങള് ഒരു എന്താ പറയാ ഭയങ്കര. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞിട്ടാ വന്നത്, ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാ വന്നത്. എന്തിന്റെ ഷോപ്പിംഗ് ആന്ന് പറഞ്ഞാൽ നാളെയാണ് മമ്മിയുടെ പെരുന്നാള്. എക്സൈറ്റഡ്. രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പൊ അമ്പലത്തിൽ നമുക്ക് പ്രസാദം കൊടുക്കാനും ലഡു ഒക്കെ രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റ് മമ്മിയുടെ ബർത്ത്ഡേ അടിച്ച് പൊളിക്കണം. ഓക്കെ പെരുന്നാൾ ആശംസകൾ മമ്മിക്ക്, പെരുന്നാൾ ആശംസകൾ മമ്മിക്ക്, പെരുന്നാൾ ആശംസകൾ മമ്മിക്ക്, കൊറേ പെരുന്നാൾ ആശംസകൾ. ഓക്കെ ഗൈസ്, അപ്പൊ എന്താ എത്ര രാവിലെ എണീറ്റെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയതിന് മുന്നേ നമുക്ക് ഇച്ചിരി അത്യാവശ്യം കിച്ചടി ഉണ്ടാക്കാനുണ്ട് കേട്ടാ. നമ്മുടെ ഇവിടെ കുറച്ച് സ്ലം ഏരിയസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായി. ഫുഡൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റെഡിയാണ്. നമ്മുടെ ബർത്ത്ഡേകളിലെ കാണണം നിങ്ങൾ. നമ്മൾ സാരികളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു സാരി മമ്മി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരെണ്ണത്തിന്റെ ബ്ലൗസ് കിട്ടിയിട്ടില്ല. ഈ ഒരു സാരിക്ക് മാത്രമേ മമ്മിക്ക് ബ്ലൗസ് മാച്ചിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ. സോ ഗൈസ്, മമ്മി ഈ ഒരു റെഡ് കളറിന്റെ സാരി ഇന്ന് തന്നെ കൊടുത്തു വിട്ടാ. കാരണം ഇതിനകത്ത് കുറച്ച് മറൂൺ ഷെയ്ഡ്സ് ഇല്ല. അപ്പൊ മമ്മി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സോ ബ്യൂട്ടിഫുൾ നൈസ്. നമുക്ക് പോവാം. ഓം നമഃ ശിവായ. അവിടെ ആനക്കാരനൊക്കെ ഉണ്ട്. सबको बुलाओ. चॉकलेट आपसे ये पूरा देके देते हैं बेटा. लगेगा धीरे. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ആൻഡ് ദെൻ ഒന്നും കഴിച്ചില്ല പ്രത്യേകിച്ച്. ആ ഒരു പഴം കഴിച്ച് മമ്മി ഒരു ആപ്പിൾ എടുത്ത് കഴിച്ച്. രാവിലെ ഒന്നും കഴിക്കണ്ട എന്നുള്ളതിലാണ്. കാരണം ഉച്ചയ്ക്ക് നമുക്ക് ഇന്ന് മമ്മിയുടെ പെരുന്നാൾ സ്പെഷ്യൽ സദ്യ ഉണ്ട്. അപ്പം ഞാനൊരു 10 മിനിറ്റ് ഉറങ്ങി. കാരണം ലെഗ് ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പം അതിൻ്റെ എഫക്റ്റ് വരുന്നത് 2 ദിവസം കഴിഞ്ഞാണല്ലോ. നല്ല സുഖത്തിലിരിക്കുകയാണ്. എനിക്ക് ഒട്ടും പാടില്ല. കാല് ഭയങ്കര വേദന. പക്ഷെ ഒരു 10 മിനിറ്റ് ഒന്ന് ഞാൻ കിടന്ന് ഒരു തൈലൊക്കെ തേച്ചിട്ട്. പക്ഷെ ഇപ്പം ഇച്ചിരി ഓക്കെയാണ്. ഇനി നമുക്ക് മമ്മി ഹെൽപ്പ് ചെയ്യണം. എനിക്ക് മമ്മി തന്നെ അറിയാലോ. ഇവിടെ ഓൾറെഡി ഓക്കെ ഗൈസ്. അപ്പൊ അവിൽ നമ്മുടെ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇവിടെ മമ്മി മോര് വെക്കാൻ പോണു. ഗൈസ്, നിങ്ങളുടെ അവിടെ ഉണ്ടോ കാലൻ? നിങ്ങളുടെ അവിടെ കാളൻ എന്തെന്നാ ഗൈസ് പറയാം. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. എന്ന് പറഞ്ഞാൽ കുമ്പളം കിട്ട മോര് കറി. നമുക്കിവിടെ കുമ്പളം കിട്ടാനില്ല. അപ്പൊ നമ്മൾ ദുതിയാണ് കേട്ടോ. ദുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊരക്കാം.
ബോട്ടിൽ ഗാർഡ് അതിട്ടുണ്ട്. കാരണം ഏകദേശം ഒരേ കുടുംബത്തിൽ പിറന്നവരാണ് അവർ. ഉണ്ടാക്കണം. ഇഷ്ട വേണം ഇഷ്ടമില്ലാണ്ട് എന്ത് സദ്യാമേ. നമുക്കിവിടെ എളുപ്പപ്പണി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാട്ടോ നമ്മുടെ ഇസ്റ്റുവിന് വേണ്ടിട്ട് നമുക്ക് ആമസോണിൽ തേങ്ങാപ്പാലിന്റെ പൊടി കിട്ടും. അപ്പൊ അത് യൂസ് ചെയ്താൽ വേഗം ഇഷ്ടു ആയല്ലേ. ആൻഡ് ഇവിടെ നമുക്ക് പപ്പടത്തിന്റെ പകരമുണ്ട് ബനാന ബുങ്കറ. ഓക്കെ ഗൈസ്, സോ ഹിയർ അവർ കുത്തരി ആമസോണിൽ മേടിച്ചായിട്ട് ഡബിൾ ഹോഴ്സിന്റെ മട്ടാറ. നമുക്ക് പായസത്തിന് വേണ്ടിയും അഗൈൻ ഈ 2 പാക്കറ്റ് ഡബിൾ ഹോഴ്സിന്റെ കേട്ടാ പാലട പായസം. ഇത് മമ്മിയുടെ ഫേവറേറ്റ്. ഇത് ഞങ്ങള് 10 കൊല്ലം മുമ്പും ഗുജറാത്തില് ഓണം വിഷു ഉണ്ടാവുമ്പോഴും ഞങ്ങൾ ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് മലയാളി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് ഞങ്ങൾ ആമസോണിലാണ് മേടിച്ചത്. ഓക്കെ ഗൈസ്, ഹിയർ ഈസ് അവർ സദ്യ. ഇവിടെ നമുക്കുണ്ട് ചോറ്, നമ്മുടെ കുത്തിരി ചോറുണ്ട്, അവിയലുണ്ട്. ഏറ്റവും മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടാ. ഇവിടെ ഉണ്ട് നമുക്ക് കാലന്ന് പിന്നെ നമ്മുടെ പപ്പടം. നമുക്ക് പഴമുണ്ട്, പഴമുണ്ട്. ഞാൻ മറന്നു കാര്യം. കുറച്ച് ഇസ്റ്റു, കുറച്ച് കാലൻ. മിക്സ് ആക്കി ഞാൻ ഇച്ചിരി കാലൻ മിക്സ് ആക്കി. മിണ്ടാണ്ട് എല്ലാരും വെജിറ്റബിൾ കഴിച്ചോളാം. കഴിച്ചോ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ഹാപ്പി ബർത്ത്ഡേ. ആശംസകൾ. ഹലോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ സംഭവം ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം. യെസ്, മമ്മിയുടെ ഗിഫ്റ്റ് ഇതുവരെ തീർന്നിട്ടില്ല. ഓ മൈ ഗോഡ്, മമ്മി അടുക്കളയിൽ ഭയങ്കര ഒച്ച. ഓക്കെ, അപ്പൊ മമ്മിക്ക് വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇത് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ റിട്ടേണിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഗൈസ്. കാരണം വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഒട്ടും സമയം കിട്ടില്ല. കാരണം അതിന്റെ ഇടയ്ക്ക് മമ്മിക്ക് ഭയങ്കര പനിയും വയ്യായ്ക്കൊക്കെ വന്നപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാന്നുള്ള ഒരു ഇതല്ലായിരുന്നു. ഞാൻ ഫുൾ മമ്മിയിൽ കോൺസെൻട്രേറ്റ്, മമ്മിയെ കെയർ ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മമ്മിയുടെ റിയാക്ഷൻ ഇതാരുടെന്ന് ഗിഫ്റ്റ് നോക്കാൻ പോവാ. ക്യാമറ കണ്ട് റിയാക്ഷൻ മാറിയിട്ട ഞാൻ അഭിനയം തുടങ്ങും മമ്മിയുടെ. അത് പറഞ്ഞ നാച്ചുറലായിരുന്നു. ഇനി മമ്മിക്ക് വേണ്ടി ഞാൻ ബട്ടൺ ക്യാമറ വെച്ച് കൊടുക്കോളൂ. ഇതിനെ ഈ ചെറിയ പിള്ളേരുടെ ബാക്കിയാണ് ഇത്. ക്യാമറ കണ്ടാ പിന്നെ കഴിഞ്ഞ്. മമ്മി ഹാപ്പി ആവും. ഹാപ്പി ആവോ? യെസ് ഓഫ് കോഴ്സ്. ഇത് എന്തിനാ മമ്മി? മമ്മിക്ക് വല്ല ഊഹുണ്ടാ? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് മമ്മി. ഹെൽമെറ്റാ? ഹിന്റ് വരട്ടെ എന്നിട്ട് നോക്കിക്കോ. മമ്മിക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് ഈ ഒരു സാധനം. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു സാധനത്തിന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുള്ള കാലം പോലും മമ്മി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത് ഓർമ്മയുള്ള കാലം പോലും. നെക്സ്റ്റ് ക്ലൂ, ഞാൻ ചെയ്യുമ്പോ മമ്മിക്ക് എപ്പോഴും ഒരു ആശ്വാസമായിരുന്നു. തല തിരുമണം അത് ഓൾറെഡി ഉണ്ട് നമുക്ക്. റിലേറ്റഡ് ആണ്. മസാജ് മെഷീൻ എങ്ങനെ? എന്തിന്റെ? കയ്യൊക്കെ തിരുമണതായിരിക്കും അല്ലേ? മമ്മിക്ക് കാലൊരുമാനുള്ള മെഷീനാണ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഇപ്പോഴും തിരുമ്മി കൊടുക്കും. അതല്ല അതിന്റെ അർത്ഥം. ഇതിപ്പോ ഞാൻ വർക്കിലാണെങ്കിൽ പോലും പുറത്തേക്ക് ജിമ്മിന് പോകുമ്പോഴും മമ്മിക്ക് ആരിലും ഇങ്ങനെ ഡിപ്പെൻഡ് ആയി നിക്കണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടി കാലൊരുമാനുള്ള മെഷീൻ നമ്മൾ ഇതിന്റെ അവിടെ സ്ഥലമില്ല. ഒന്നാമത്തെ ദൈവമേ, അപ്പൊ ഇതാണ് മമ്മിയുടെ ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഇതാണ് അഗാരോന്റെ ഫുഡ് മസാജർ. ഇതിനകത്ത് 2 വേരിയന്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 വേരിയന്റ് ഉണ്ടായിരുന്നു. ഒന്ന് നോർമൽ ഫുഡ് മസാജർ ആൻഡ് ഇതാണ് ഗ്രാൻഡ് ഫുഡ് മസാജർ. അപ്പൊ ഞാൻ ഗ്രാൻഡ് ആണ് മേടിച്ചേക്കണത് കേട്ടോ. അതിനകത്ത് വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അത് വേറെ മോഡും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടുള്ളതാണ് ഞാൻ ഇത് മേടിച്ചത്. ആൻഡ് ഇത്രയുള്ള കാര്യം. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരാട്ടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ. മമ്മി ഇതുമ്പോ കാല് വെച്ച് മസാജ് കിട്ടുമ്പോ പിന്നെ തുറക്കാം അല്ലേ? തുറക്കുമ്പോ അവരെ കാണിക്കാം. ഇതുപോലെ തന്നെ ഒരു മസാജർ ഞാൻ 2 കൊല്ലം മുമ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടിട്ടില്ല ഗൈസ്. ദേഷ്യം പിടിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് നിങ്ങളുടെ അടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ യൂസ് ചെയ്യാൻ മമ്മി പറയാതെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ മമ്മിയുടെ കൺമുമ്പിൽ വേണമെന്ന്. കാരണം വല്ല കറണ്ട് ഷോക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ മേടിച്ചു. ഇതിനകത്ത് വേറെ ഉണ്ടായിരുന്നു കെയർ സ്മിത്തിന്റെ. ആൻഡ് കെയർ സ്മിത്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എപ്പം മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല പ്രൊഡക്റ്റ് ആണ് അവരുടെ ആവാച്ചിയ. പക്ഷെ അതെനിക്ക് ഇച്ചിരി
എന്താ പറയാ കുറച്ച് ബൾക്കി ആയിട്ട് തോന്നി. ആൻഡ് അതും ഇങ്ങനെ കാലിറക്കി, ചിലപ്പോ ആ ഗുഹയിലോട്ട് കാലിറക്കാൻ മമ്മി സമ്മതിക്കില്ല. ആ സമയത്ത് ബഹളം തുടങ്ങും, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ മേടിക്കൽ മാത്രം മിച്ചുണ്ടാവില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മൂലയ്ക്ക് അതിന് ഇടേണ്ടി വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സേഫ് ആണ്, കുറച്ച് ഓപ്പൺ ആണല്ലോ. അപ്പൊ കാല് മമ്മിക്ക് കാണാൻ പറ്റും, ഗുഹയിലൊന്നുമല്ല, നേരെ തന്നെ മസാജ് നടക്കണം എന്താന്നുള്ളത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മി ഇത് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് വേഗം തന്നെ ഓടാം. മമ്മി ഇതിന്റെ വില ചോദിച്ചു തുടങ്ങും. ഫുഡ് കഴിക്കട്ടെ, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ.